ഈശ്വരനാത്മാവിൽ വാസമായാൽ അന്ധതയാകെയില്ലാതെയാകും. ഈശ്വരനാത്മാവിൽ വാസമായാൽ അന്ധതയാകെയില്ലാതെയാകും. ബന്ധുവാവീശ്വരൻ അന്തരംഗേ വാസം ചെയ്തിടുവാൻ പ്രാർത്ഥിക്കുക. ബന്ധുവാമീശ്വരൻ അന്തരംഗേ വാസം ചെയ്തിടുവാൻ പ്രാർത്ഥിക്കുക. ആത്മാവിന്റെ സുഖം നൽകിടുവാൻ ആത്മനാഥനല്ലാതാരുമില്ല. ആത്മാവിന്റെ സുഖം നൽകിടുവാൻ ആത്മനാഥനല്ലാതാരുമില്ല. ആർത്തിയോടെ വരും പ്രാർത്ഥിക്കുമ്പോൾ ആത്മനാഥനുള്ളിൽ വാസമാകും. ആർത്തിയോടെ വരും പ്രാർത്ഥിക്കുമ്പോൾ ആത്മനാഥനുള്ളിൽ വാസമാകും. മാറാത്ത ബാധകൾ മാറിപ്പോകൂ, തീരാത്ത ദോഷങ്ങൾ തീർന്നു പോകും. മാറാത്ത ബാധകൾ മാറിപ്പോകും, തീരാത്ത ദോഷങ്ങൾ തീർന്നു പോകും. മാന്ത്രികവും വേണ്ട മാന്ത്രികനും വേണ്ട തീരാത്ത ദോഷങ്ങൾ. സർവലോക സൃഷ്ടിതാവാം ജഗദീശ്വരൻ കലിയുഗേ വന്നുദിച്ചു ഖഡ്ഗിയായി. സർവലോക സൃഷ്ടിതാവാം ജഗദീശ്വരൻ കലിയുഗേ വന്നുദിച്ചു ഖഡ്ഗിയായി. സർവലോക സൃഷ്ടിതാവാം ജഗദീശ്വരൻ കലിയുഗേ വന്നുദിച്ചു ഖഡ്ഗിയായി. കളങ്കമില്ലാതെയുള്ള ജ്ഞാനമതു നൽകിയിടുന്നു. കളങ്കമില്ലാതെയുള്ള ജ്ഞാനമതു നൽകിയിടുന്നു. നിഷ്കളങ്ക ഹൃദയത്തെ വീണ്ടെടുക്കുന്നു. നിഷ്കളങ്ക ഹൃദയത്തെ കളങ്കമില്ലാതെയുള്ള ജ്ഞാനമതു നൽകിയിടുന്നു. നിഷ്കളങ്ക ഹൃദയത്തെ വീണ്ടെടുക്കുന്നു. നിഷ്കളങ്ക നിഷ്കളങ്ക ഖഡ്ഗിയുടെ
നിത്യമായ അധിവാസം നിഷ്കളങ്ക കൽക്കിയുടെ നിത്യമായ അധിവാസം നിഷ്കളങ്ക ഹൃദയത്തിൽ മാത്രമാണല്ലോ നിഷ്കളങ്ക കൽക്കിയുടെ നിത്യമായ അധിവാസം നിഷ്കളങ്ക ഹൃദയത്തിൽ മാത്രമാണല്ലോ അറിവോ നീ വീണ്ടെടുത്തു അധിവാസം ചെയ്തിടുന്ന അറിവോ നീ വീണ്ടെടുത്തു അധിവാസം ചെയ്തിടുന്ന അറിവോ നീ അഖില ലോകേശ്വരനെ പരമഗുരോ അറിവോ നീ വീണ്ടെടുത്തു അധിവാസം ചെയ്തിടുന്ന അഖില ലോകേശ്വരനെ പരമഗുരോ തിരുവവതാര ദിനം പരിചോട ഘോഷിക്കുവാൻ തിരുവവതാര ദിനം പരിചോട ഘോഷിക്കുവാൻ പരമഭക്തരായവർ ഒരുങ്ങിടുന്നു തിരുവവതാര ദിനം പരിചോട ഘോഷിക്കുവാൻ പരമഭക്തരായവർ ഒരുങ്ങിടുന്നു ഇഹ പരലോകമതിൽ ഇതുപോലെ ഒരു ദിനമോ ഇഹ പരലോകമതിൽ ഇതുപോലെ ഒരു ദിനമോ വേറെയില്ലെന്നറിവുള്ളോ ഇഹ പരലോകമതിൽ ഇതുപോലെ ഒരു ദിനമോ വേറെ ഇല്ലെന്നറിവുള്ളോ പുണ്യദിനം പുണ്യദിനം പൂർണ്ണമായ പുണ്യദിനം 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 പൂർണ്ണമായ പുണ്യദിനം 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 പൂർണ്ണമായ പുണ്യദിനം ആഘോഷിച്ചു ആനന്ദിപ്പാൻ ഒരുങ്ങിടുന്നേ ആഘോഷിച്ചു ആനന്ദിപ്പാൻ പുണ്യദിനം
ആഘോഷിച്ചു ആനന്ദിപ്പാനൊരുങ്ങിടുന്നേ. ആനന്ദസമ്പൂർണനായ ദൈവം കലിയുഗത്തിൽ ഖഡ്ഗിയായി തിരുവവതാരമായ പുണ്യപൂരത്തെ ഘോഷിക്കുവാൻ ഭക്തമാനസങ്ങൾ ഇതാ സമ്പൂർണമായും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാളെ പ്രഭാതത്തിൽ 143 തിരുവവതാര സുദിനം പുണ്യപൂരം ഘോഷിക്കുവാൻ ആദർശക്കൊടി ഉയർത്തി അതിന് ആരംഭം കുറിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി 142 പൂരം ജന്മനക്ഷത്രം ആഘോഷിക്കുന്ന ആ വേളയിൽ ഓരോ ഹൃദയങ്ങളും ആർത്തിയോടെ കരുതി വെച്ചതെല്ലാം, ഉള്ളും പുറവുമായി കരുതി വെച്ചതെല്ലാം വീണ്ടും സമർപ്പിച്ച് ആ പരമാനന്ദത്തെ നുകർന്ന് അനുഭവിക്കുവാൻ ആഗ്രഹിച്ച് കാത്തിരുന്ന ആ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് ഉന്നതമായ 143 പൂരം ഇതാ സമാഗതമായിരിക്കുകയാണ്. തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ. തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ. ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി നിന്നു പ്രവർത്തിക്കാം. ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി നിന്നു പ്രവർത്തിക്കാം. വളരെ ചെറിയ പ്രായത്തിൽ ബാല്യാവസ്ഥയിൽ തന്നെ പല ആളുകളും പഠിക്കുന്ന ഒരു ആപ്തവാക്യമുണ്ട്. ഐകമത്യം. ഇപ്പോൾ ഒരുമിച്ച് നിന്നാൽ ആർക്കും എന്തും സാധ്യമാക്കാം, അല്ലേ? അതുകൊണ്ടാണല്ലോ സൽക്കർമ്മങ്ങൾ ഓരോന്നും ലോകത്തിൽ നടക്കുന്നതും ഈ വിധത്തിൽ നമുക്ക് ആനന്ദം അനുഭവമാകുന്നതും. നമ്മൾ ഓരോ കർമ്മങ്ങൾ നടക്കുമ്പോഴും ആഗ്രഹിക്കും എല്ലാം ആനന്ദമായി നടത്തി തരണമേ. അതിനുവേണ്ടി നമ്മൾ എന്തു ചെയ്യും? സങ്കല്പിച്ച് പ്രാർത്ഥിക്കും, അല്ലേ? പ്രാർത്ഥിക്കാറുണ്ടോ? അപ്പോൾ നമ്മൾ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു, അവരവരാൽ കഴിയുന്ന വിധത്തിൽ ഓരോ നേർച്ചകൾ അർപ്പിക്കുന്നു, ദക്ഷിണകൾ അർപ്പിക്കുന്നു, അവരവരാൽ കഴിയും വിധം ദേഹം കൊണ്ട് പല കർമ്മങ്ങൾ ചെയ്തതിൽ പങ്കാളികളാകുന്നു. ഉന്നതമായ ആനന്ദത്തെ നമ്മൾ നുകർന്ന് അനുഭവിക്കുന്നു, എന്നിട്ട് നന്ദിപ്പെടുന്നു. വീണ്ടും നമ്മൾ അടുത്തതിന് വേണ്ടി ഒരുങ്ങുന്നു. ഇങ്ങനെ ഒരുക്കം, നടത്തിപ്പ്, അനുഭവം, വീണ്ടും ഒരുക്കം, നടത്തിപ്പ്, അനുഭവം, ഇങ്ങനെ ഓരോ ഹൃദയങ്ങളിലും ഈ പരമാനന്ദത്തെ എപ്പോഴും അനുഭവമാക്കിക്കൊണ്ട് ഇതുപോലെ നടത്തുന്ന ഒരു ആദർശം ലോകത്തിൽ വേറെ ഇല്ല എന്നത് പരമസത്യമാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതുപോലൊരു ആദർശം ലോകത്തിൽ വേറെ ഇല്ല. ഇനി ആരെക്കൊണ്ടും സാധിക്കാനൊട്ട് കഴിയുകയുമില്ല. ഇത് കണ്ട് പല ആളുകളും പലയിടങ്ങളിലും പല രീതിയിലൊക്കെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെ പ്രവർത്തിപ്പിക്കാനോ കഴിയില്ല. എന്തുകൊണ്ട്? ദൈവത്താൽ സ്ഥാപിച്ചു ദൈവം നടത്തുന്ന ആത്മബോധോദയ സംഘമാണ്. ദൈവത്താൽ സ്ഥാപിച്ചു ദൈവം നടത്തുന്ന ആത്മബോധോദയ സംഘമാണ്. ഇത് വേറൊരാളിനെ കൊണ്ട് നടത്താൻ പറ്റുമോ? പറ്റുകയില്ല. ഇത് ദൈവത്തെ കൊണ്ട് മാത്രമേ നടത്താൻ പറ്റൂ. ബാഹ്യമായി പലതും പലർക്ക് ചേർന്നൊക്കെ ഒരുക്കാം. പക്ഷെ ഇതിൻ്റെ ആന്തരികമായി നിൽക്കുന്ന ആനന്ദാവസ്ഥ അത് അനുഭവമാകണമെങ്കിൽ ആരുണ്ടാവണം? ദൈവവും ദൈവദൂതന്മാരും എഴുന്നള്ളി നിന്ന് നിങ്ങളെ ദർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തെങ്കിലേ അത് അനുഭവമാകുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം. ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം. സർവജ്ഞാനോത്സവത്തെ പൂരമായി ആഘോഷിക്കാം. ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം.
സർവജ്ഞാനോത്സവത്തെ പൂരമായി ആഘോഷിക്കാം. എല്ലാ ഹൃദയങ്ങളിലും ഈ സങ്കല്പവും പ്രാർത്ഥനയും എല്ലാം പരിപൂർണ പരിശുദ്ധിയോടുകൂടി നിലനിർത്തണം. ബാഹ്യമായിട്ടൊരു ദക്ഷിണ വെക്കുകയോ ബാഹ്യമായി കുറേ പ്രാർത്ഥന കാണിക്കുകയോ ചെയ്യുന്നതിലല്ല, ആന്തരികമായ സ്ഥിരചിത്തതയോടുകൂടിയും പരിശുദ്ധതയോടുകൂടിയുമുള്ള സങ്കല്പത്തെയാണ് ഈശ്വരൻ സ്വീകരിക്കുന്നത്. മനസ്സിൽ കുറേ വിദ്വേഷവും വിരോധവും ഒക്കെ വെച്ചുകൊണ്ട് ഇവിടെ വന്ന് നിന്ന് ദൈവമേ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് വാക്കുകൊണ്ട് പറഞ്ഞാൽ ഈശ്വരൻ സ്വീകരിക്കില്ല. ദൈവം എപ്പോഴും നോക്കുന്ന എവിടേക്കാണ്? ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്കാണ്. എങ്ങനെയാണ് ഹൃദയ നിലവാരം, അതിനനുസരിച്ച് അനുഭവം ഉണ്ടാകും. ചില ആളുകൾക്ക് ചില അബദ്ധങ്ങൾ പറ്റുമ്പോൾ മറ്റുള്ളവർ ചിന്തിക്കുകയോ എന്നാലും ആ ആളെത്ര നന്നായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെ ഇങ്ങനെ ആയിപ്പോയി. എന്താ കാരണം? ഹൃദയം മുഴുവൻ മാലിന്യമായിരുന്നു. അത് കുമിഞ്ഞുകൂടി അങ്ങ് പുറത്തേക്ക് പൊട്ടിത്തെറിച്ചു. എല്ലാം അബദ്ധമായി മാറി. എത്ര അടക്കി വെച്ചാൽ ഒരു കാലത്ത് അല്ലെ ഒരു സമയത്ത് ഇതെല്ലാം വെളിയിച്ചാടും. അത് നല്ലതും അതെ തീയതും അതെ. ചില ആളുകളുണ്ട് നല്ലതൊക്കെ ഉള്ളിലുണ്ടെങ്കിലും പുറമേ ചില ജാടകളൊക്കെ കാണിച്ച് നടക്കും. കണ്ടാൽ തോന്നുമ്പോൾ ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ല തോന്നിക്കും. പക്ഷെ അകമേ വലിയ പക്വതയായിരിക്കും. ഒരു സമയത്ത് അവർ ആ നന്മ അവരുടെ പുറത്തേക്ക് വരും. അപ്പോൾ ജനങ്ങൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യും. ഇപ്പം രണ്ടുമുണ്ട്, രണ്ട് വശവുമുണ്ട്. ഇപ്പം മൂടുപടങ്ങളെല്ലാം മാറ്റി ഹൃദയപരിശുദ്ധിയോടുകൂടി ദൈവത്തിൻ്റെ മുൻപാകെയാണ് ഞാൻ ജീവിക്കുന്നത്, ദൈവത്തോടു കൂടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ഓർമ്മയോടുകൂടി ആരെല്ലാം ഒരുക്കപ്പെടുന്നോ അവരിലെല്ലാം ആനന്ദപൂരം വർഷിക്കുമാറാകട്ടെ. തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ, തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ, ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി നിന്നു പ്രവർത്തിക്കാം. തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ, ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി നിന്നു പ്രവർത്തിക്കാം. അറിവാകുന്ന ഗുരുവിന്റെ അവതാര സുദിനത്തെ ഘോഷിക്കുന്നത് അറിവിൽ ഒന്നായി നിന്നുകൊണ്ടാണ്. ഐകമത്യം മഹാബലമെന്ന് ഞാൻ ആരാധനയുടെ ആരംഭത്തിൽ പറഞ്ഞു. ആ ഒത്തുചേർന്ന് ദേഹം കൊണ്ട് ഒത്തുചേർന്ന് നിന്നാൽ അത് ഉണ്ടാവുകയില്ല. ആ ജന്മനക്ഷത്ര ദിനം ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ അവതാര കർമ്മങ്ങൾ ഓരോന്നും നമ്മൾ നടത്തുമ്പോൾ എങ്ങനെയായിരിക്കണം ഒന്നായി ചേരേണ്ടത്? ആ അറിവിൽ ഒന്നായി നിന്നുകൊണ്ട് പ്രവർത്തിക്കണം, എങ്കിലേ അതിന്റെ പരിപൂർണതയിൽ എത്താൻ കഴിയുള്ളൂ. യഥാർത്ഥമായ ആ ഒന്നാക്കൽ നടക്കുന്നതും അറിവ് കൊണ്ട് മാത്രമാണ്. ദൈവം അവതാരമായി വന്നത് ഈ അറിവിനെ ദാനം ചെയ്യുവാനാണ്. ഇപ്പൊ നമ്മൾ പുരയിടത്തിലോട്ട് ഇറങ്ങി ഇപ്പൊ ഉണങ്ങിക്കിടക്കുന്ന സമയമാണ്, പൂഴിമണ്ണെടുത്ത് ഞാൻ ഉരുട്ടാൻ നോക്കിയാൽ ഉരുണ്ട് വരുമോ? ഉരുളത്തിൽ അത് ഞാൻ നമ്മുടെ കയ്യിൽ നിന്ന് ചൊരിഞ്ഞങ്ങ് താഴോട്ട് പോകും. ഒരല്പം വെള്ളം അതിലോട്ട് ഒഴിച്ചാലോ ആ ഉരുട്ടി നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും അതിനെ ഉരുട്ടി എടുക്കാം. ആ വെള്ളമാകുന്ന ആ നനവ് അതിലേക്ക് വന്നപ്പോൾ ആ മണല് തമ്മിലൊരു ബന്ധമുണ്ടായി. അപ്പൊ നമുക്ക് ഉരുട്ടി ഏത് രൂപത്തിൽ വേണമെങ്കിലും എടുക്കാൻ കഴിഞ്ഞു. ഇതുപോലെ ജ്ഞാനം വഴിയായി ആത്മാക്കൾ ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഒന്നായി നിന്ന് ഉന്നതമായ കർമ്മങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത് അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം.
അറിവിന്റെ ഉടമസ്ഥന്റെ ജന്മദിനം ആഘോഷിക്കുന്നതാണ് ഉന്നതമായ പൂരം. അറിവിൽ ഒന്നായി നിന്നുകൊണ്ട് അറിവിന്റെ ഉടമസ്ഥന്റെ ജന്മദിനം ആഘോഷിക്കുന്നതാണ് ഉന്നതമായ പൂരം. നമ്മളെ ഇത്രയും ബഹുജനങ്ങളെ ഏകോപിപ്പിച്ച് ഇവിടെ നിലനിർത്തിയിരിക്കുന്നതും ഇങ്ങനെ ഒത്തുചേർത്തിരുത്തിയിരിക്കുന്നതും ആരുടെ മിടുക്കുകൊണ്ടാണ്? നമ്മളെ ബഹുജനങ്ങളെ ഇത്രയും ഒത്തുചേർത്ത് ഒരുമിച്ച് നിലനിർത്തിയിരിക്കുന്നത് ആരുടെ മിടുക്കുകൊണ്ടാണ്? ഉന്നതനാകുന്ന ഗുരുവിന്റെ മിടുക്കുകൊണ്ടാണ്, ആ അറിവ് കൊണ്ടാണ്. ഉന്നതനാകുന്ന ഗുരുവിന്റെ മിടുക്കുകൊണ്ടാണ്, ആ അറിവ് കൊണ്ടാണ്. ആ അറിവിലാണ് നമ്മളെ ഏകോപിപ്പിച്ചിരിക്കുന്നത്. ആ അറിവിലാണ് നമ്മളെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നവർ, വിവിധ മാതാപിതാക്കൾക്ക് ജന്മമെടുത്ത് വിവിധ ദുശീലങ്ങളും സുശീലങ്ങളും ഒക്കെയായി ജീവിച്ചവർ ഈ അറിവിനെ സ്വീകരിച്ചപ്പോൾ അറിവാകുന്ന വഴിയിൽ എന്നെ തിരിച്ചതായ തിരുവചനം, ആ തിരുശബ്ദം നമ്മളെ ആ അറിവിൽ അടക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അനുസരണയുള്ളവരായി തീർന്നിരിക്കുകയാണ്. അങ്ങനെ ഒന്നായി നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ആനന്ദം നിത്യാനന്ദം ആത്മാവിലെന്നും, 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 ആനന്ദം നിത്യാനന്ദം ആത്മാവിലെന്നും. മാറാത്തോരാനന്ദമെന്റെ ആത്മാവിൽ കണ്ടു, 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 മാറാത്തോരാനന്ദമെന്റെ ആത്മാവിൽ കണ്ടു. ആനന്ദം ആനന്ദം പരമാനന്ദം തന്നെ, 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 ആനന്ദം ആനന്ദം പരമാനന്ദം തന്നെ. ഇപ്പൊ അറിവിന്റെ കർമ്മഫലം എപ്പോഴും ആനന്ദമായിരിക്കും. ഇപ്പൊ ആനന്ദത്തിൽ നിന്നുളവായ ജന്മങ്ങളെ ആകമാനം ആനന്ദത്തിൽ എത്തിക്കുവാൻ ആനന്ദ സ്വരൂപനാകുന്ന ജഗദീശ്വരൻ വന്ന് അറിയിക്കുന്നതും ഈ ആനന്ദത്തിൽ എത്തുവാനുള്ള അറിവാണ്. ആ ആനന്ദത്തിൽ എത്തുവാൻ അറിവല്ലാതെ മറ്റൊരു ഉപകരണവും ഇല്ല. അറിവ് കർമ്മത്തിലൂടെ അവനവരിൽ അനുഭവമായി വരണമെങ്കിലേ ആനന്ദത്തിൽ എത്തുകയുള്ളൂ. അല്ലാതെ എനിക്ക് കുറച്ച് അറിവുണ്ടെന്ന് പ്രസംഗിച്ചു കിടന്നാൽ അത് അനുഭവമാകുന്നില്ല. അല്ലെങ്കിൽ മറ്റൊരാളുടെ മുന്നിൽ ചില ഗോഷ്ഠികളൊക്കെ കാണിച്ച് ഇങ്ങനെ വലിയ വിദ്വാനാണെന്ന് പ്രകടിപ്പിച്ചത് കൊണ്ട് ആനന്ദം ഉണ്ടാവുകയില്ല. അതിനൊക്കെ ഉള്ള മാർഗങ്ങൾ ഇപ്പോൾ ഉണ്ടല്ലോ. ചില ആളുകൾ ചില എഴുത്തുകളൊക്കെ എഴുതി പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്ന കണ്ടാൽ ഇത്രയും അറിവ് ഈ മനുഷ്യനുണ്ടോ എന്ന് ചിന്തിച്ചു പോകും. പക്ഷേ അടുത്തിടപഴകുമ്പോഴാണ് അറിയുന്നത്. അത് ഭഗവാൻ പറഞ്ഞ ഒരു വാചകം ആ നിലയിൽ തന്നെ ചിന്തിച്ചാൽ, വാദം ചെയ്ത് ഈടുകിൽ വാസ്തവം ഉള്ളിലില്ല അല്ലലൊഴിയാത്ത പൊള്ളമുള. വാദം ചെയ്തിടുന്ന വെച്ചാൽ തമ്മിൽ ഇരുന്ന് നമ്മൾ സംസാരിച്ച് ഓരോ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആധികാരികമായ വിഷയങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോ വാസ്തവം എന്താണ്? വാസ്തവമായിട്ടുള്ളത് എന്താണ്? സത്യമാണ്. സത്യം മാത്രമേ സ്ഥായിയായിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അവാസ്തവങ്ങളാണ്, അഥവാ അസ്ഥിരങ്ങളാണ്, അസത്യമാണ്. അപ്പോൾ വാസ്തവമായുള്ളത് ഉള്ളിലില്ല എന്ന് ബോധ്യപ്പെടും. അപ്പോൾ എന്താണ് അവസ്ഥ? മുളയുടെ അകം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ?
പൊള്ളയാണ് അല്ലേ? അതിനുള്ളിലൊന്നുമില്ല. അതിനുള്ളിലൊന്നും ഇടയ്ക്കിടയ്ക്ക് ഒരു പാട പോലൊരു ഒരു ഒരു കണ്ണമുണ്ടെന്നേ ഉള്ളൂ, ഒന്നുമില്ല ഉള്ളിൽ. അല്ലലൊഴിയാത്ത പൊള്ളമുള്ള ദുഃഖമൊഴിയാത്ത ഒരു ജീവിതമാണ് ആളുള്ളതെന്നാണ് അതിന്റെ അർത്ഥം. ദുഃഖമൊഴിയാത്തൊരു ജീവിതമാണ്. സത്യമറിയാതെ ദുഃഖമൊഴിയുന്നില്ല. സത്യമറിയാതെ ദുഃഖമൊഴിയുന്നില്ല. ഉത്തമന്മാർക്കേതു നിത്യസമ്പത്തെന്ന് ഉത്തമന്മാരെ അറിയുന്നുള്ളൂ. ഉത്തമന്മാർക്കേതു ശില്പി, ഏറ്റവും വലിയ ശില്പി സദ്ഗുരുവാണ്. കാരണം ഈ കാണുന്ന സമസ്ത പ്രപഞ്ച പ്രകൃതികളെയും നിർമ്മിച്ചത് താനാണ്. അപ്പൊ ഏകശക്തി ഏകശില്പിയായി നിന്നുകൊണ്ട് സൃഷ്ടിച്ചൊരുക്കിയതാണ് ഈ കാണുന്നതെല്ലാം. ആ സൃഷ്ടാവാകുന്ന സദ്ഗുരുനാഥനാകുന്ന ശില്പി വന്നിരുന്ന് മായം കലരാത്ത ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറ്റവാക്ക് എന്താണ്? നിഷ്കളങ്ക ജ്ഞാനം. നിഷ്കളങ്ക ജ്ഞാനത്തെ ഓതിത്തന്ന് ഈ ആത്മാവിന്റെ രൂപത്തെ തെളിയിക്കുകയാണ്. ഇത് ബോധ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? സ്ഥിരബുദ്ധി ഉണ്ടാവണം. സ്ഥിരബുദ്ധി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഈ സത്യത്തെ സ്വീകരിച്ചും സമാശ്രയിച്ചും ജീവിതം ചെയ്യണം. അവനവനിലുള്ള ആ ഗുണദോഷങ്ങളെ ഒക്കെ വെച്ചുകൊണ്ട് ഗുരുവിനെ പരിശോധിക്കുവാനും ഗുരുവിനെ വിമർശിക്കുവാനും തുടങ്ങിയാൽ ഗുരുവിന്റെ ഗുണങ്ങൾ ഉള്ളിൽ ഭവിക്കുകയില്ല. ഒരു കാരണവശാലും ഭവിക്കുകയില്ല. ആ അടിപണിഞ്ഞ് ആശ്രയിക്കുന്നവർക്ക് മാത്രമേ ഗുരുവിന്റെ ഗുണം ഭവിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരിൽ ഈ തത്വഗുണങ്ങൾ ഇങ്ങനെ വർദ്ധിച്ച് 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 പെരുകുന്നതായി കാണാൻ പറ്റും. അവരുടെ ഉള്ളിലാണ് ഈ ആനന്ദം കാണുന്നത്. അങ്ങനെ പരിശുദ്ധമായി തീർന്ന ഹൃദയങ്ങൾ, തത്വഗുണങ്ങളെ സംഭരിക്കപ്പെട്ട ഹൃദയങ്ങൾ ഒത്തുചേർന്ന് ആഘോഷിക്കുന്ന ഏറ്റവും മനോഹരമായ പുണ്യദിനം, ഇഹ പരലോകങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യദിനം. എന്താണത്? പൂരം നക്ഷത്ര ദിനം. ആ പുണ്യദിനം ആഘോഷിക്കാൻ നാളെ നമ്മൾ ആദർശക്കൊടി ഉയർത്തുകയാണ്. 2-3 ദിവസങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരുണ്ട്. ഈ പൂരം ജന്മനക്ഷത്രത്തിന്റെ കർമ്മപരിപാടികളിലൊക്കെ ബന്ധപ്പെട്ട് ആനന്ദിക്കുവാൻ വേണ്ടി വന്നവരാണ്. ഇന്ന് വന്നവരുണ്ട്, ഇനി നാളെ വരാനിരിക്കുന്നവരുണ്ട്. എല്ലാ ദിവസവും നടക്കുന്ന ജന്മനക്ഷത്ര സ്തുതിയിൽ പങ്കെടുക്കാനുള്ളവരുണ്ട്. 9-10 ദിവസങ്ങൾ നടക്കുന്ന മനോഹരമായ പരിപാടികൾ പങ്കെടുക്കുവാൻ കാത്തിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും
എല്ലാവരെയും ഇവിടെ എത്തിച്ച് ഉന്നതമായ നിലയിൽ എല്ലാം നടത്തി ആത്മാവിൽ ആനന്ദം അനുഭവപ്പെടണമെങ്കിൽ എന്തു വേണം? കാരുണ്യവാനേ പരമഗുരോ തൃക്കരത്തിൽ എല്ലാം കരുതണമേ. കാരുണ്യവാനേ കാരുണ്യവാനേ പരമഗുരോ തൃക്കരത്തിൽ എല്ലാം കരുതണമേ. കാരുണ്യവാനേ ദൈവതിരുഹിതം ചെയ്തിടുവാൻ പ്രാപ്തിയുള്ളോരാരും ഭൂവിലില്ലേ. ദൈവതിരുഹിതം ദൈവതിരുഹിതം ചെയ്തിടുവാൻ പ്രാപ്തിയുള്ളോരാരും ഭൂവിലില്ലേ. മർത്യരിൽ പ്രാപ്തി ഉണ്ടാകുവാനായി ജ്ഞാനത്തെ നൽകണേ സദ്ഗുരുവേ. മർത്യരിൽ പ്രാപ്തി ജ്ഞാനത്തെ മർത്യരിൽ പ്രാപ്തി ഉണ്ടാകുവാനായി ജ്ഞാനത്തെ നൽകണേ സദ്ഗുരുവേ. ജ്ഞാനത്താൽ കർമ്മിച്ചു ശുദ്ധമായി സത്യമറിയുവാൻ ഭാഗ്യമേകൂ. ജ്ഞാനത്താൽ കർമ്മിച്ചു സത്യമറിയുവാൻ ഭാഗ്യമേകൂ. ജ്ഞാനത്താൽ കർമ്മിച്ചു ശുദ്ധമായി സത്യമറിയുവാൻ ഭാഗ്യമേകൂ. മർത്യനായി ലോകത്തിൽ വാഴുന്നത് ദൈവമെന്ന സത്യം ബോധ്യമായ മർത്യനായി ലോകത്തിൽ ഭാഗ്യമിതിൽ പരം മറ്റൊന്നില്ല. ദൈവഹിതം താനേ ചെയ്തു കൊള്ളും. ഭാഗ്യമിതിൽ പരം
തന്നെ തെളിയിച്ചു തന്റെ കർമ്മം ചെയ്യിപ്പാൻ ലോകത്തിൽ വാഴുന്നോരേ. തന്നെ തെളിയിച്ചു തന്റെ തന്നെ തെളിയിച്ചു തന്റെ കർമ്മം ചെയ്യിക്കാൻ ലോകത്തിൽ വാഴുന്നോരേ. തന്നെ തെളിയിച്ചു തന്റെ കർമ്മം ചെയ്യിക്കാൻ ലോകത്തിൽ വാഴുന്നോരേ. തന്നെ തെളിയിച്ചു തന്റെ കർമ്മം ചെയ്യിക്കാൻ ലോകത്തിൽ വാഴുന്നോരേ. തന്നെ തെളിയിച്ചു തന്റെ ചെയ്യിക്കാൻ ലോകത്തിൽ വാഴുന്നോരേ. തന്നെ തെളിയിച്ചു തന്റെ കർമ്മം ചെയ്യിക്കാൻ ലോകത്തിൽ വാഴുന്നോരേ. തന്നെ തെളിയിച്ചു തന്റെ എല്ലാം നടത്തുവാൻ വാഴണമേ. എല്ലാവരിലുമായി വാഴണമേ. എല്ലാം നടത്തുവാൻ എല്ലാം നടത്തുവാൻ വാഴണമേ. എല്ലാവരിലുമായി എല്ലാം നടത്തുവാൻ തന്നെ തെളിയിച്ചു തന്റെ കർമ്മം ചെയ്യിക്കാൻ ലോകത്തിൽ വാഴുന്നോരേ. തന്നെ തെളിയിച്ചു തന്റെ ചെയ്യിക്കാൻ ലോകത്തിൽ വാഴുന്നോരേ. എല്ലാം നടത്തുവാൻ വാഴണമേ. എല്ലാവരിലുമായി വാഴണമേ. എല്ലാം നടത്തുവാൻ വാഴണമേ. എല്ലാവരിലുമായി വാഴണമേ. തന്നെ തെളിയിച്ചു തന്റെ ചെയ്യിക്കാൻ ലോകത്തിൽ വാഴുന്നോരേ. എല്ലാം നടത്തുവാൻ വാഴണമേ. എല്ലാവരിലുമായി വാഴണമേ. എല്ലാം നടത്തുവാൻ വാഴണമേ. എല്ലാവരിലുമായി വാഴണമേ. ലോകത്തിൽ ഈശ്വരകർമ്മം നടത്തുവാൻ സ്വയമേ പ്രാപ്തിയുള്ളവരാരും തന്നെ ഇല്ല. ലോകത്തിൽ ഈശ്വരകർമ്മം നടത്തുവാൻ സ്വയമേ പ്രാപ്തിയുള്ളവരാരും തന്നെ ഇല്ല. അറിയിച്ചിട്ടും അനേകം ശരീരങ്ങളിലൂടെ പല കർമ്മങ്ങൾ ചെയ്യിച്ചിട്ടും
അനേക തിരുശരീരങ്ങളുടെ പല കർമ്മങ്ങൾ ചെയ്യിച്ചിട്ടുണ്ട്. ഇന്നും കൃത്യമായി ചെയ്യുവാൻ കഴിവുള്ളവർ വളരെ കുറവാണെന്നതാണ് സത്യം. ഇന്ന് കൃത്യമായി ചെയ്യുവാൻ കഴിവുള്ളവർ വളരെ കുറവാണെന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ട്? മായാമറയ്ക്കുള്ളിലാണ് മനുഷ്യൻ കഴിഞ്ഞുകൂടുന്നത്. മായാമറയ്ക്കുള്ളിലാണ് മനുഷ്യൻ ആ മറ പൊട്ടിക്കണം, ആ മറ പൊട്ടിക്കണം, പൊട്ടിച്ച് വെളിയിൽ വരണം, പൊട്ടിച്ച് വെളിയിൽ വരണം, ആ മറ മുഴുവൻ കഴുകിക്കളയണം. ആ മറ മുഴുവൻ കഴുകി ഉന്നതനാകുന്ന ഗുരുവിന്റെ സ്വയം പ്രകാശത്തെ ആത്മാവിന്റെ പ്രകാശമായി ആത്മാവിൽ കാണുന്നവർക്ക് മാത്രമേ തിരുഹിതമറിഞ്ഞ് ജീവിക്കുവാൻ കഴിയുള്ളൂ. ഉന്നതനാകുന്ന ഗുരുവിന്റെ സ്വയംപ്രകാശത്തെ ആത്മാവിന്റെ രൂപമായി പ്രകാശമായി ആത്മാവിൽ കാണുന്നവർക്ക് മാത്രമേ തിരുഹിതമറിഞ്ഞ് ജീവിക്കാൻ കഴിയൂ. അങ്ങനെ ജീവിക്കുന്നവർക്കാണ് ഉന്നതമായ ഭാഗ്യം ഉണ്ടാകുന്നത്. അങ്ങനെ ജീവിക്കുന്നവർക്കാണ് ഉന്നതമായ ഭാഗ്യം ഉണ്ടാകുന്നത്. ഒരു നിമിഷം ആ ഒരു ചിന്ത ഒരു ആത്മാവിൽ ഉദിച്ചു കഴിഞ്ഞാൽ, ഒരു നിമിഷം ആ ഒരു ചിന്ത ഒരു ആത്മാവിൽ ഏത് ചിന്ത? ഇപ്പോൾ പാടി കീർത്തനത്തിൽ പറഞ്ഞല്ലോ, ദൈവമാണ് എന്ന സത്യം ഒരു നിമിഷം ഒന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ദൈവമാണ് എന്ന സത്യം ഒരു നിമിഷം ഒന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭാഗ്യം ആരംഭിക്കുകയാണ്. അവിടെ ഭാഗ്യം ആരംഭിക്കുക. പിന്നെ അതിന് മാറ്റമില്ല. പിന്നെ അതിന് മാറ്റം. ഒരിക്കലും ഇതൊന്ന് പ്രകാശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇത് മങ്ങിപ്പോകുന്നതല്ല. ഒരിക്കലും ഒന്ന് പ്രകാശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് മങ്ങിപ്പോകുന്നതല്ല. നിഷ്കളങ്ക പ്രകാശത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. നിഷ്കളങ്ക പ്രകാശത്തിന് ഒരിക്കലും ഇത് പ്രകാശിച്ചാൽ ഒരിക്കലും പിന്നെ മങ്ങിപ്പോവുകയില്ല. ഒരിക്കലും പിന്നെ മങ്ങിപ്പോകുകയില്ല. പ്രകാശിപ്പിക്കുന്നത് ഗുരുവായതുകൊണ്ട് പ്രകാശിപ്പിക്കുന്നത് ഗുരു ആ ഹൃദയത്തെയും കരുതിക്കൊണ്ടാണ് പിന്നെ മുന്നോട്ട് പോകുന്നത്. ഗുരു ആ ഹൃദയത്തെയും കരുതിക്കൊണ്ടാണ് പിന്നെ മുന്നോട്ട് പോകുന്നത്. പ്രകാശിച്ചു എന്ന് അവകാശപ്പെടുന്ന കാര്യമല്ല ഈ പറയുന്നത്, പ്രകാശിച്ച ഹൃദയങ്ങളെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ നിഷ്കളങ്ക പ്രകാശത്തെ ആത്മാവിന്റെ പ്രകാശമായി ആത്മാവിൽ കാണുന്നവർക്കൊക്കെയും ഗുരുവിനെ നന്നായി അറിയാം. ആ ഗുരുവിനെ അറിയാൻ കൂടെ നടക്കേണ്ട ആവശ്യമില്ല, കൂടെ കിടക്കേണ്ട ആവശ്യമില്ല, കൂടെ കഴിക്കേണ്ട ആവശ്യമില്ല, കൂടെ കുടിക്കേണ്ട ആവശ്യമില്ല. ആ വിധമുള്ള കാര്യങ്ങളൊന്നുമല്ല ഇതിന് തെളിവായി കൊടുക്കുന്നത്. നിഷ്കളങ്ക ജ്ഞാനഖഡ്ഗി നിഷ്കളങ്ക ഹൃദയത്തെ തുറന്ന് പ്രകാശിപ്പിക്കുമ്പോഴാണ് ഗുരു ആരാണെന്ന് തിരിച്ചറിയുന്നത്. ആ പ്രകാശിപ്പിക്കുന്ന പ്രകാശത്തെ ആദരസമന്വിതം സ്വീകരിപ്പാൻ ആത്മലോകം തയ്യാറാവണം. ആ പുതിയ തലമുറകൾക്ക് വലിയ പ്രയാസമാണ് അനുസരിക്കുക എന്നുള്ളത്. ഞാൻ പലപ്പോഴും ഖേദപൂർവ്വം ഇവിടെ ഇത് അറിയിക്കാറുണ്ട്. പലപ്പോഴും ഞാൻ നേരിട്ട് കാണുന്ന അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ചെയ്യാൻ ഒരുങ്ങുന്ന കാര്യമായാൽ പോലും മുതിർന്ന ഒരാൾ അതിലേക്കൊരു നിർദ്ദേശം വെച്ചുപോയാൽ അവിടെ വെച്ചിട്ട് പോയി കളയും. ആ ഒരാൾ രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ പഠിക്കാൻ തുടങ്ങുകയാണെന്ന് ഇരിക്കട്ടെ, ഒരു വിദ്യാർത്ഥി പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അമ്മ മോൻ എണീറ്റ് കാണത്തില്ല എന്ന് വിചാരിച്ച് ഓടി അങ്ങോട്ട് ചെന്ന് മുറിയിൽ ചെന്നപ്പോ പഠിക്കാനായിട്ട് പുസ്തകം എടുത്ത് വെച്ചു. ആ മോൻ എണീറ്റ് എന്നാ പഠിച്ചോ എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ വെക്കും. പിന്നെ അതനുസരിക്കുന്ന ഇഷ്ടമല്ല. പഠിക്കാനാണ് പുസ്തകം എടുത്ത് വെച്ചത്, പക്ഷെ അമ്മ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിനെ അനുസരിക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ പോയാൽ ഗുരുവിനെ എങ്ങനെയാണ് അംഗീകരിക്കുക? ഗുരുവിന്റെ അറിവിനെ എങ്ങനെയാണ് അനുസരിക്കുക? അറിവും അനുസരണവും ഉള്ളവർക്ക് മാത്രമേ ഉന്നതമായ ഭാഗ്യത്തിലെത്തുവാൻ കഴിയുള്ളൂ. അപ്പോൾ ഗുരു ആരാണെന്നുള്ളത് ആത്മാവിൽ അറിവായി വന്നു കഴിഞ്ഞാൽ, മർത്യനായി വന്ന് ലോകത്തിൽ വാഴുന്നത് എന്റെ ഗുരുവാണ് എന്നൊരു ബോധം ആത്മാവിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ, ഭാഗ്യം ഇതിൽ പരം മറ്റൊന്നില്ല. സത്യമേ സത്യം. ഈ നിഷ്കളങ്ക ജ്ഞാനസ്വരൂപനാകുന്ന ഗുരുവിന്റെ അധിവാസത്താൽ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് പ്രഖ്യാപിക്കുകയാണ്, ഇതിൽ പരം ഭാഗ്യം വേറെ ഒന്നുമില്ല. ആ ഭാഗ്യവാനാകുന്ന ഈശ്വരൻ നിങ്ങൾക്ക് പ്രത്യക്ഷമായി നിന്നുകൊണ്ട് ഈ അറിയിക്കുന്ന അറിവുകളെ വളച്ചൊടിക്കലില്ലാതെ സ്വീകരിപ്പാൻ നിങ്ങൾക്ക് എപ്പോൾ കഴിയുന്നുവോ അവിടെ നിങ്ങൾക്ക് ഗുരുവിന്റെ പ്രകാശത്തെ കാണുവാനുള്ള കാഴ്ച തുടങ്ങുകയാണ്. അല്ലാതെ അവരവരുടെ കയ്യിലിരിക്കുന്ന വേലയും വേലത്തരവും കൊണ്ട് ഗുരുവിനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും ഗുരുവിനെ മനസ്സിലാക്കുവാനോ
ആ അറിവിനനുസരിച്ച് ജീവിക്കുവാനോ കഴിയില്ല. ഒരിക്കലും ഗുരുവിനെ മനസ്സിലാക്കുവാനോ ആ അറിവിനനുസരിച്ച് ജീവിക്കുവാനോ കഴിയില്ല. അതുകൊണ്ട് അറിവാകുന്ന പരമഗുരുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഉത്തമ ശിഷ്യരായി നിങ്ങൾ വളർന്നു വരണം. അറിവാകുന്ന പരമഗുരുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഉത്തമ ശിഷ്യരായി നമ്മൾ വളർന്നു ഇപ്പൊ വരണം. നമ്മളെല്ലാ ഞായറാഴ്ചകളും ഇങ്ങനെ ഒത്തുകൂടുന്നു, എല്ലാ ഞായറാഴ്ചയിലും നമ്മൾ ഇങ്ങനെ ഒത്തുകൂടുന്നു. കീർത്തനങ്ങൾ പാടുന്നു, ഏറ്റുപാടുന്നു, ആ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, ആഹാരം കഴിക്കുന്നു, അവരവരുടെ ഭവനങ്ങളിൽ പോകുന്നു. എല്ലാ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്നു എന്നൊരു അവകാശവാദം ഉന്നയിക്കാം. എന്താണ് നിങ്ങൾക്ക് പുതിയതായി ലഭിച്ചത്? എന്താണ് നമുക്ക് പുതിയതായി കരുതാനുള്ളത്? എന്താണ് പുതുക്കമായി ഹൃദയത്തിൽ അനുഭവമായത്? ഇത് തന്നെത്താൻ പരിശോധിച്ച് തന്നോട് തന്നെ ചോദിക്കണം. അപ്പോഴാണ് ആരാധനയുടെ മഹത്വം നിങ്ങൾ പൂർണ്ണമാകുന്നത്. അല്ലാതെ ഇവിടെ ഇരുന്ന് കുറെ നേരം ഇങ്ങനെ വായി വിളിച്ചിരുന്ന് പ്രസംഗം കേട്ടതുകൊണ്ട് മാത്രമായില്ല. കേൾക്കണം, കേട്ടതിൽ നിന്ന് ഇത് സ്വീകരിപ്പാനുള്ള കഴിവുണ്ടാകണം. സ്വർഗത്തിലെ ഒരു പക്ഷിയെ പറ്റി മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണ്. അതിന്റെ പേരെന്താണ്? ഹംസം എന്നാണ്, അല്ലേ? അത് പാല് കുടിക്കുന്നതിനെ പറ്റി പല പുരാണങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട്. വെള്ളം കലർത്തി പാല് വെച്ചു കൊടുത്താൽ പാല് മാത്രം കുടിക്കും, വെള്ളം അവിടെ അവശേഷിക്കുമെന്നാണ് പറയുന്നത്. ഇതുപോലെ ഈ നരകതുല്യമായ ഈ ലോകത്തിൽ ജീവിതം ചെയ്തുകൊണ്ട് സ്വർഗത്തെയും സ്വർഗകർമ്മങ്ങളെയും കരുതി ജീവിക്കുവാനുള്ള പ്രാപ്തി ഉണ്ടായെങ്കിൽ മാത്രമേ ഗുരുശിഷ്യബന്ധത്തിന്റെ അഗാധത തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആനന്ദിക്കുവാൻ കഴിയുള്ളൂ. ഗുരുശിഷ്യബന്ധമീ ഭൂതലത്തിൽ വേറെ കാണുവാനില്ലല്ലോ ലോകനാഥ. ഗുരുശിഷ്യബന്ധം എന്നത് പകരം വയ്ക്കാനില്ലാത്ത ഒരു ബന്ധമാണ്. നമ്മൾ മാതാക്കൾ അല്ലെങ്കിൽ മാതൃസ്നേഹത്തെ പറ്റിയും മാതാവിന്റെ ബന്ധത്തെ പറ്റിയും വളരെ ഉദ്ഘോഷിച്ച് നമ്മൾ പറയാറുണ്ട്. അതൊന്നും ഇതിന് പകരമാവുകയില്ല. ഇതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് ഉപരിയാണ് ഗുരുവിന്റെ സ്നേഹം. ഒരു മാതാവ് സ്വന്തം മക്കളെ കരുതുന്നത് അത് ഉദാത്തമായ ഒരു ബന്ധമാണ്, ഉദാത്തമായ സ്നേഹമാണ്, ഒരിക്കലും പകരം വയ്ക്കാൻ ഇല്ലാത്തതാണ്. അതിനേക്കാൾ 1000 മടങ്ങ്, 1000 അതിനുപരിയായ മടങ്ങ് ശക്തിയോടുകൂടി നിൽക്കുന്ന ബന്ധമാണ് ഗുരുശിഷ്യ ബന്ധം. എന്തുകൊണ്ട്? ഈ മാതാവും മക്കളും തമ്മിലുള്ള ബന്ധം ജന്മകർമ്മ വഴികളിലൂടെ ഉണ്ടായി വന്ന ബന്ധമാണ്. ഗുരുശിഷ്യ ബന്ധം എന്ന് പറഞ്ഞാൽ അത് അനാദിയിലെ തന്നിൽ തന്നെ നിക്ഷിപ്തമായിരുന്ന ആത്മാവിനോടുള്ള ആത്മനാഥന്റെ ബന്ധമാണ്. തന്നോടുകൂടി ബന്ധിക്കപ്പെട്ടിരുന്ന സ്വന്തം ആത്മാവ് വിവിധ ജന്മങ്ങളിലൂടെ കടന്നു വന്നിതാ മർത്യനായി നിൽക്കുന്നു. അവൻ ഇന്നിതാ എന്റെ ശിഷ്യനായി തീർന്നിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ദൈവം, സാക്ഷാൽ പരമഗുരു, സ്വന്തം ശിഷ്യനെ സ്നേഹിക്കുന്നതിന് പകരം വയ്ക്കുവാൻ ഇഹപര ലോകത്തിൽ ഒരു ബന്ധവുമില്ല. ഗുരുശിഷ്യ ബന്ധമീ ഭൂതലത്തിൽ വേറെ പകരം വയ്ക്കുവാനില്ലാത്ത ഗുരുശിഷ്യ ബന്ധത്തെ ഉന്നതമായ ഒന്നുകൂടി ചിന്തിക്കുവാനും അതിനെക്കുറിച്ച്
അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശകലനം ചെയ്ത് പഠിക്കുവാനും അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശകലനം ചെയ്ത് പഠിക്കുവാനും ഉന്നതമായ ഈ പുണ്യപൂരത്തിൽ അത് തന്നെ വിഷയമാക്കിക്കൊണ്ടൊരു സെമിനാർ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉന്നതമായ പുണ്യപൂരത്തിൽ അതിനെ തന്നെ വിഷയമാക്കിക്കൊണ്ടൊരു സെമിനാർ ഭഗവാൻ തീരുമാനിച്ചു. 6-ാം ഉത്സവ ദിനത്തിൽ കൂടുതൽ സമയം അതിനെക്കുറിച്ചുള്ള ചിന്തയും പ്രസംഗങ്ങളുമായിരിക്കും നടക്കുന്നത്. അത് ഒരു മത്സരമല്ല, സമ്മേളനമല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യമല്ല. ഗുരു ശിഷ്യ ബന്ധത്തിന്റെ അഗാധതയെക്കുറിച്ച് ചിന്തിക്കുവാനും പരസ്പരം ചോദിക്കുവാനും അതിന് മറുപടി കൊടുക്കുവാനും ഒക്കെ ഉള്ള ഒരു സന്ദർഭമായിട്ടാണ് അത് ഒരുക്കിയിരിക്കുന്നത്. ആ സെമിനാർ ഒരുക്കിയിരിക്കുന്നത്. അതിലേക്ക് പലരെയും പ്രത്യേകമായി വിളിച്ച് പ്രത്യേകം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ചിന്തിക്കുവാനും പറയുവാനും ഒക്കെ പ്രാപ്തിയുള്ളവരെ തിരഞ്ഞെടുത്ത് അതിന്റെ ഒരു ആമുഖമായ ചില സംഭാഷണങ്ങളൊക്കെ നടത്തി അവരിലേക്ക് ഒരു ചിന്ത കൊടുത്ത് ഈ കാര്യം നടക്കുമ്പോൾ അവർക്ക് ഒരു മറുചോദ്യം ചോദിക്കുവാനും വേദിയിലിരിക്കുന്നവർക്ക് ഒരു മറുപടി കൊടുക്കുവാനും ഒക്കെയുള്ള ഒരു പ്രത്യേക സംവിധാനമാണ് ഈ പൂരം ജന്മനക്ഷത്രത്തിന് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. എന്തിനു വേണ്ടി? അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. അറിയുക, അറിയിക്കുക, അറിവ് പ്രവർത്തിക്കുന്നിടത്തെല്ലാം പരമാത്മാവിന്റെ ദർശനവും സ്പർശനവും സാമീപ്യവും ഉണ്ട്. എല്ലായിടത്തും പരമാത്മ ദർശനമുണ്ട്. എല്ലാത്തിന്റെ ഉൾപ്പൊരുൾ പരമാത്മാവാണ്. പക്ഷേ അറിവിന്റെ വഴിയിൽ കൂടി സഞ്ചരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവിടെ കൂടുതലായ ചൈതന്യം നമുക്ക് അനുഭവമാകും. അങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ട് ഉന്നതമായ സെമിനാറിൽ പങ്കെടുക്കുവാനും കൂടുതൽ അറിവുകൾ സമ്പാദിക്കുവാനും ഉന്നതമായി ഗുരുശിഷ്യ ബന്ധത്തിൽ അടിയുറച്ച് ജീവിക്കുവാനും ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഉന്നതമായ ഘോഷയാത്ര. എന്ത് ഘോഷയാത്രയാണ് നമ്മൾ നടത്തുന്നത്? ജന്മനക്ഷത്ര ഘോഷയാത്രയാണ്. ജന്മിയാകുന്ന ജഗതീശ്വരൻ ഖഡ്ഗിയായി ഈ ലോകത്തിൽ അവതാരമായി വന്നു എന്നും ഞങ്ങളെല്ലാം വീണ്ടെടുത്ത് രക്ഷിച്ചു എന്നും ആ ആനന്ദത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്നും അറിയാത്തവരിലേക്ക് അറിയിക്കുവാൻ വേണ്ടിയുള്ള ഘോഷയാത്രയാണ് നടത്തുന്നത്. നമ്മൾ കീർത്തനങ്ങൾ വളരെ ഉച്ചത്തിൽ കീർത്തിച്ചുകൊണ്ട് ആത്മബോധോദയ സംഘ സ്ഥാപകനാൽ രക്ഷിക്കപ്പെട്ട ഒരു ജനസമൂഹം അഥവാ ഭക്തസമൂഹം അണിയണിയായി വരുന്നുവെന്ന് കണ്ടു നിൽക്കുന്നവർക്കും കേട്ടു നിൽക്കുന്നവർക്കും അനുഭവമാകത്തക്ക വിധം നമ്മൾ ജന്മനക്ഷത്ര ഘോഷയാത്ര നടത്തും. അപ്പോൾ അതിലേക്കായി അണിചേരേണ്ടത് ആരുടെ കടമയാണ്? ആരുടെ കടമയാണ്? ജന്മിയാകും ഗുരുവിന്റെ രക്ഷിക്കപ്പെട്ട ഭക്തപരമ്പരകൾ ഒത്തുചേർന്ന് ആ ഘോഷയാത്രയിൽ അണിനിരക്കുമ്പോൾ അതൊരു മഹാചൈതന്യ യാത്രയായി മാറും. ശുഭാനന്ദ പ്രകാശയാത്രയായി മാറും. ഉന്നതമായ ഘോഷയാത്ര ഇപ്പോൾ നമ്മൾ 2 വർഷം കൊണ്ട് 9ാം ഉത്സവത്തിന്റെ അന്ന് പ്രഭാതത്തിലാണ് നടത്തുന്നത്. അയ്യോ 9-നും 10-നും കൂടെ ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ലേ? ഞങ്ങൾ ഏതെങ്കിലും ഒന്നിന് വരാം.
ഏതെങ്കിലും ഒന്നിന് വരാം എന്നാണോ തീരുമാനിക്കുന്നത്? എന്നാണോ തീരുമാനിക്കുന്നത്? എവിടെ വെച്ചാലും എങ്ങനെ വെച്ചാലും എൻ്റെ ഗുരുവിൻ്റെ ജന്മദിനം ഏറ്റവും ഉന്നതമായി നടത്തണം എന്ന് തീരുമാനിക്കുന്നവരെന്ന് കൈ ഉയർത്തിക്കൊണ്ടത് കൈയടിക്കാം. വരുന്നു വരുന്നു മഹാശക്തി വരുന്നു, വരുന്നു വരുന്നു മഹാശക്തി വരുന്നു, വരുന്നു വരുന്നു മഹാശക്തി വരുന്നു. ഘോഷയാത്രയ്ക്കായി ഉള്ളവരുണ്ട്, വരുന്നു വരുന്നു മഹാശക്തി വരുന്നു, വരുന്നു വരുന്നു ശുഭാനന്ദൻ വരുന്നു, വരുന്നു വരുന്നു മഹാശക്തി വരുന്നു. ഘോഷയാത്രയ്ക്കായി ഉള്ളവരുണ്ട്. കഴിഞ്ഞ ശരീരത്തിലിരിക്കുമ്പോൾ ഒരു കഥ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. കഴിഞ്ഞ ശരീരത്തിൽ മഹാശക്തി വാഴുമ്പോൾ ഒരു കഥ പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ടാകും. നാട്ടിലൊരു പ്രശ്നമുണ്ടായി, ഒരു വീട്ടിലൊരു പ്രശ്നമുണ്ടായി. വീട്ടിലൊരു പ്രശ്നമുണ്ടായി. അപ്പോൾ ഒരാള് പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാനായിട്ട് ചെന്നു. ഒരാൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാനായിട്ട് ചെന്നു. അപ്പോൾ ഒരു ചുട്ടിത്തോർത്തൊക്കെ കൊടുത്ത്, അപ്പോൾ ചുട്ടിത്തോർത്ത് ഇപ്പോഴത്തെ പുതിയ ആളുകൾക്ക് അറിയത്തില്ലായിരിക്കും. പുതിയ ആളുകൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രം മുട്ടിന് വെള്ളി നിൽക്കും, ഇങ്ങനെ ഉടുത്തോണ്ട് ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന ഒരാള്. ഈ ഓടിച്ചെന്ന ആളിന് പ്രസിഡന്റിന്റെ വീടാണെന്ന് അറിയാം, പ്രസിഡന്റിനെ കൃത്യമായിട്ട് അറിയില്ല. അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, ഈ പ്രസിഡന്റിനെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഈ വേഷത്തിൽ നിൽക്കുന്നുണ്ട്, ഒരു ജാള്യത അദ്ദേഹത്തിന്റെ ഉള്ളിലും ഉണ്ട്. ആർക്ക്? പ്രസിഡന്റിനും ഉണ്ട്. പരിചയമില്ലാത്ത ആളല്ലേ വന്നത്. അപ്പൊ എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ ആളാരാണെന്നോ എന്തുവാണെന്നോ പറയാതെ എന്താ കാര്യം, അത് പ്രസിഡന്റിനെ വിളി, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അത് ഞാൻ പറയാം, എന്തുവാന്ന് കാര്യം പറയുന്നു. അത് പറ്റത്തില്ല, പ്രസിഡന്റിനെ വിളി. അപ്പൊ ഇദ്ദേഹം ഇതെല്ലാം അവിടെ വെച്ച് ടാപ്പൊക്കെ പൂട്ടിയിട്ട് അകത്ത് പോയി ഒരു ഷർട്ടും മുണ്ടും എടുത്ത് ധരിച്ചുകൊണ്ട് വെളിയിൽ ഇറങ്ങി വന്നു. ഈ വെളിയിൽ നിന്ന് ആളെ അന്തം പിടിക്കൂ, അവിടുന്നായിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നേ, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. ഇപ്പൊ ചില കാര്യങ്ങൾക്ക് അതിൻ്റെതായ ചില മോടി പിടിപ്പിക്കൽ ആവശ്യമാണ് എന്നുള്ളൊരു ഉദാഹരണമാണ് ഈ കഥ. ഇപ്പൊ വരുന്നു വരുന്നു മഹാശക്തി വരുന്നു എന്ന് പറഞ്ഞു. 10 പേര് ചേർന്ന് ഞാൻ ഒരു ചുറ്റിക്കറങ്ങി വന്നാൽ വല്ലതും നടക്കൂ? നമുക്കങ്ങോട്ട് ചേരാം, അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം, ജനതയായി കർമ്മിക്കാം, നിയമത്തിൽ പ്രവർത്തിക്കാം, അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. ഇന്ന് അർത്ഥബോധോദയ സംഘത്തിന്റെ വളർച്ചയ്ക്കനുസരണമായി ഇത്രയും ലക്ഷോപലക്ഷം ആത്മാക്കളെ വീണ്ടെടുത്തതിന്റെ വകയായി ഈ റോഡിലൂടെ നമ്മൾ ഇറങ്ങി സഞ്ചരിക്കുമ്പോൾ, എങ്ങനെ സഞ്ചരിക്കുമ്പോൾ? നമ്മുടെ ഗുരുവിന്റെ തിരുനാമത്തെ ഘോഷിക്കുവാനായി ഇറങ്ങി സഞ്ചരിക്കുമ്പോൾ വലിയൊരു ഭക്ത സമൂഹം അതിന്റെ പിന്നാലെ ഉണ്ടാവണം. ആദർശക്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ശുഭാനന്ദ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്, ശുഭാനന്ദ ഗുരുദേവൻ എഴുന്നള്ളി വരുന്നുണ്ട്, ശുഭാനന്ദ ആദർശക്കൊടിയും പാറിപ്പറക്കുന്നുണ്ട്, ശുഭാനന്ദ ഗുരുദേവൻ എഴുന്നള്ളി വരുന്നുണ്ട്, ആദർശക്കൊടിയും പാറിപ്പറക്കുന്നുണ്ട്. ആത്മബോധോദയ സംഘം ആത്മലോക രക്ഷയ്ക്കായി, ഈ ആത്മബോധോദയ സംഘം ആത്മലോക രക്ഷയ്ക്കായി, ആത്മാക്കളിൽ സ്ഥാപിച്ചു പുലർത്തിയിടുന്നു. ബഹുവിധമായ കീർത്തനങ്ങൾ, ഇപ്പോൾ അനേകം കീർത്തനങ്ങൾ നമുക്ക് ഘോഷയാത്രയ്ക്ക് പാടാവുന്നതുണ്ട്.
നമുക്ക് ഘോഷയാത്രയ്ക്ക് പാടാവുന്നതുണ്ട്. അതെല്ലാം ഇങ്ങനെ കീർത്തിച്ചുകൊണ്ട് സമൂഹമായി ഇങ്ങനെ നമ്മൾ ഒത്തുചേർന്ന് വളരെ മര്യാദയോടുകൂടി ആത്മബോധത്തോടുകൂടിയും ആത്മസംയമനത്തോടുകൂടിയും യാത്ര ചെയ്യുമ്പോൾ വഴി കാണുന്നവരൊക്കെ ചിന്തിക്കുകയോ ബഹളമൊന്നുമില്ല, വളരെ സന്തോഷമായിട്ട് ഇത് എവിടുത്തെയാ എങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ പരസ്പരം ഒരു അന്വേഷണം നടക്കും. അപ്പൊ അവരെല്ലാം പറയും ഇത് ആത്മബോധോദയ സംഘ സ്ഥാപകനാകുന്ന ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവന്റെ 143 പൂരം ജന്മ നക്ഷത്രമാണ് നടക്കുന്നത്. പൂരം നക്ഷത്ര ദിനം സൗകര്യങ്ങളും ഇത്രയും വീതിയൊന്നും ഇല്ലെങ്കിലും ഈ വീഥികളൊക്കെ അന്നും ഉണ്ടായിരുന്നു. 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ റോഡുകളൊക്കെ അന്നും ഉണ്ടായിരുന്നു. ഈ റോഡിലൂടെയൊന്നും അന്ന് എനിക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ എത്ര കാടുകളും എത്ര മുള്ളുകളും ചവിട്ടിയാണ് ഇന്ന് നിങ്ങളെല്ലാം ഇങ്ങനെ ചേർത്ത് കോർത്ത് ബന്ധിച്ച് നിങ്ങൾ മറന്നുപോകരുത്. ഒരു കാലത്തും നിങ്ങൾ മറന്നുപോകരുത്. നിങ്ങളെല്ലാം ഇത്രമേൽ സന്തോഷിപ്പിച്ച് ആനന്ദിപ്പിച്ച് ഒത്തുചേർത്തിരുത്തിക്കൊണ്ടാണ് നിങ്ങളോട് ഞാൻ അറിയിക്കുന്നത്. അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. ഉന്നതമായ കർമ്മങ്ങൾ, മനോഹരമായ കർമ്മങ്ങൾ സ്വാതന്ത്ര്യമായി നിന്ന് പ്രവർത്തിക്കുവാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിക്കുവാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മംഗല്യകർമ്മങ്ങൾ സമുചിതമായി നടത്തപ്പെടുവാൻ, ഏത് വീഥിയിലൂടെയും സഞ്ചരിക്കുവാൻ, ഏത് സ്കൂളിലും പഠിപ്പിക്കുവാൻ, ഏത് വണ്ടിയിലും യാത്ര ചെയ്യുവാൻ, ഏത് വീഥിയിലും യാത്ര ചെയ്യുവാൻ, ഏത് തരം ആഹാരം കഴിക്കുവാൻ, ഏത് തരം വസ്ത്രം വേണമെങ്കിലും ധരിക്കുവാൻ, ശുദ്ധമായ ഭാഷ സംസാരിക്കുവാൻ, ദൈവമേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ എല്ലാം ഒരുക്കി തന്നിട്ടാണ്, എല്ലാ സ്വാതന്ത്ര്യവും തന്നിട്ടാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. നിരനിരയായി കർമ്മിക്കാം, നിയമത്തിൽ പ്രവർത്തിക്കാം. നിരനിരയായി കർമ്മിക്കാം, നിയമത്തിൽ പ്രവർത്തിക്കാം. ഈ കഷ്ടപ്പാടൊന്നും ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ ഒരു കാലത്തും മറന്നു പോകരുത്. ദൈവകർമ്മങ്ങൾക്ക് നിങ്ങൾ വിമുഖരായി പോകരുത്. ഉത്സാഹഭരിതരായി നിന്നുകൊണ്ട്, ഉൾപ്രേരണയോടുകൂടി നിന്നുകൊണ്ട് ഉന്നതനാകുന്ന ഗുരുവിന്റെ ജന്മദിനം നമുക്ക് ആഘോഷിക്കാം. നമുക്ക് ആഘോഷിക്കാം സദ്ഗുരുദേവന്റെ ജന്മദിനവും. സന്താപമാകെ അകറ്റി രക്ഷിച്ചൊരു സദ്ഗുരുദേവന്റെ ജന്മദിനവും. സന്താപമാകെ അകറ്റി രക്ഷിച്ചൊരു സദ്ഗുരുദേവന്റെ ജന്മദിനവും.
ലോകത്തിൽ കാണാത്ത ആനന്ദം എന്നോട് ആത്മാവിൽ തന്നൊരു സദ്ഗുരുവേ. സദ്ഗുരുദേവന്റെ ജന്മദിനവും ഒത്തുയർന്നു നമുക്ക് ആഘോഷിക്കാം. സദ്ഗുരുദേവന്റെ ജന്മദിനവും ഒത്തുയർന്നു നമുക്ക് ആഘോഷിക്കാം. ആഘോഷിക്കാം, നമുക്ക് ആഘോഷിക്കാം സദ്ഗുരുദേവന്റെ ജന്മദിനവും. ആഘോഷിക്കാം, നമുക്ക് ആഘോഷിക്കാം സദ്ഗുരുദേവന്റെ ജന്മദിനവും. ആഘോഷിക്കാം, നമുക്ക് ആഘോഷിക്കാം സദ്ഗുരുദേവന്റെ ജന്മദിനവും. അതുകൊണ്ട് എല്ലാവരും വളരെ ഉത്സാഹഭരിതരായി 2 ദിനവും നടക്കുന്ന ഘോഷയാത്രയിൽ വന്ന് പങ്കെടുക്കണം. എല്ലാവരും വളരെ ഉത്സാഹഭരിതരായി 2 ദിനവും നടക്കുന്ന ഘോഷയാത്രയിൽ വന്ന് പങ്കെടുക്കണം. രണ്ടാമത്തെ ദിവസം എന്ത് യാത്രയാണ് നടത്തുന്നത്? രണ്ടാമത്തെ ദിവസം എന്ത് യാത്രയാണ് നടക്കുന്നത്? പൂരം ജന്മനക്ഷത്രത്തിന്റെ അന്ന് വൈകുന്നേരമാണ് നമ്മൾ പ്രകാശയാത്ര നടത്തുന്നത്. ജന്മനക്ഷത്രത്തിന്റെ അന്ന് വൈകുന്നേരമാണ് പ്രകാശയാത്ര നടത്തുന്നത്. അപ്പൊ അതിന്റെ ഒരുക്കങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാം പരിചയമാണ്. അതിന്റെ ഒരുക്കങ്ങളെല്ലാം നമുക്കെല്ലാം പരിചയമാണ്. കാരണം 2-3 വർഷമായി അത് ഒരുക്കാനും അത് കത്തിക്കാനും കൊണ്ടു നടക്കാനും ഒക്കെ നിങ്ങൾ പരിശീലിച്ചു കഴിഞ്ഞു. 2-3 വർഷമായി ഒരുക്കാനും കത്തിക്കാനും കൊണ്ടു നടക്കാനും ഒക്കെ പരിശീലിച്ചു. ശാഖാശ്രമങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ പ്രകാശയാത്ര നടത്തുന്നുണ്ട്. ദൈവം സ്വീകരിക്കുന്ന ദൈവം നടത്തുന്ന കാര്യങ്ങൾ ദൈവസന്താനങ്ങൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ ദൈവവും ദൈവദൂതന്മാരും അതിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതെല്ലാം ആവേശഭരിതരായി സന്താനങ്ങൾ ഒത്തുചേർന്ന് നടത്തി ആനന്ദം അനുഭവിക്കുന്നത്. അങ്ങനെ പ്രകാശയാത്ര ആനന്ദയാത്രയായി ഭവിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും അതിലും വന്ന് പങ്കെടുക്കുക. ഹൃദയം എല്ലാ ഹൃദയങ്ങളും അതിനായിട്ട് ഒരുക്കപ്പെടട്ടെ. എല്ലാവരും ഒന്നായി നിന്ന് സർവകർമ്മങ്ങളിലും പങ്കെടുക്കുക. അതുപോലെ വിവിധ ശാഖകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ജന്മനക്ഷത്ര സ്തുതി നടക്കുന്നുണ്ട്. അത് ഉന്നതമായ നിലയിൽ നമുക്ക് നടത്തണം. അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ അത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ജന്മനക്ഷത്ര സ്തുതിയിൽ പങ്കെടുത്ത് സുഖം അല്ലെങ്കിൽ ആനന്ദം അനുഭവമായിട്ടുണ്ട് എന്ന് സമ്മതിക്കുമെന്ന് കൈ ഉയർത്തി കണ്ടാക്കും. എങ്കിൽ മടി കൂടാതെ അതിൽ വന്ന് പങ്കെടുക്കുക. എല്ലാ വിധത്തിലും എല്ലാ ഹൃദയങ്ങൾക്കും എല്ലാ ദേശങ്ങൾക്കും എല്ലാ ഭവനങ്ങൾക്കും എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ ലോകങ്ങൾക്കും എല്ലാ ദേവീ ദേവന്മാർക്കും എല്ലാ ദൂത പരമ്പരകൾക്കും പൂർവ്വസൂരികൾക്കും ത്രിമൂർത്തികൾക്ക് പോലും ആനന്ദം അനുഭവിക്കുവാൻ തക്ക വിധത്തിൽ ഈ ആനന്ദപൂരവിത നടത്തുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. സർവ്വതും ആനന്ദമായി ഭവിക്കട്ടെ, സർവ്വതും ആനന്ദമായി ഭവിക്കട്ടെ, സർവ്വതും ആനന്ദമായി ഭവിക്കട്ടെ. എല്ലാ രാജ്യങ്ങളിൽ നിന്നും വന്നുചേരുവാൻ ആഗ്രഹിക്കുന്ന സർവ്വസന്താനങ്ങളെയും ജഗദീശ്വരൻ ഇവിടെ എത്തിക്കുമാറാകട്ടെ. ആനന്ദപൂരം അനുഭവമാകുമാറാകട്ടെ, ശുഭാനന്ദപൂരം അനുഭവമാകുമാറാകട്ടെ. നമുക്കങ്ങൊത്തൊരുമിച്ചു പൂരത്തെ ആഘോഷിക്കാം. നമുക്കങ്ങൊത്തൊരുമിച്ചു പൂരത്തെ ആഘോഷിക്കാം. നമുക്കങ്ങൊത്തൊരുമിച്ചു പൂരത്തെ
ഏകോപിച്ച് അങ്ങനെ എല്ലാ ഹൃദയങ്ങളും ഉന്നതമായ പൂരം ആഘോഷിക്കപ്പെടുവാൻ അതിലെന്തെല്ലാം കർമ്മങ്ങൾ നമ്മൾ ഏകോപിപ്പിച്ചിട്ടുണ്ടോ അതിലെന്തെല്ലാം കർമ്മങ്ങൾ നമ്മൾ അതെല്ലാം ഈശ്വരഹിതമായി നടത്തപ്പെടുവാൻ എല്ലാം ഈശ്വരഹിതമായി നടത്തപ്പെടുവാൻ അകമേയും പുറമേയും പല കാര്യങ്ങളും നമുക്ക് നടക്കാനുണ്ട്. അകമേയും പുറമേയും പല കാര്യങ്ങളും നമുക്ക് നടക്കുവാൻ അകമേ നടക്കേണ്ട കാര്യങ്ങൾ സങ്കല്പങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നടത്തപ്പെടുമ്പോൾ അകമേ നടക്കേണ്ട കാര്യങ്ങൾ സങ്കല്പങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നടത്തപ്പെടുമ്പോൾ പുറമേയുള്ള കാര്യങ്ങൾ പുറമേയുള്ള കാര്യങ്ങൾ ഭക്തന്മാർ ഏകോപിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അത് പൂർത്തീകരിക്കപ്പെടുന്നത്. ഭക്തന്മാരെ കുറിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അത് അപ്പോൾ പൂർത്തീകരിക്കുന്നത്. ഓരോരുത്തരും വന്ന് അങ്ങനെ ഓരോരുത്തരും അവരവരിലേക്ക് ചുമതലപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അവരവരിലേക്ക് ചുമതലപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ യാതൊരു ഫലേച്ഛയും കൂടാതെ യാതൊരു ഫലേച്ഛയും കൂടാതെ ഒരാൾ ചിരിക്കാൻ പോലും വേണ്ട, അതുപോലും നമുക്ക് ഫലം വേണ്ട. ഒരാൾ ചിരിക്കാൻ പോലും വേണ്ട, അതുപോലും നമുക്ക് ഇല്ല കാര്യം ചെയ്ത് പിന്നാര് ചിരിച്ചു അല്ലെങ്കിൽ ചിരിച്ചില്ല അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. ഇന്നത് ചെയ്തപ്പോൾ ഞാൻ ചിരിച്ചു ഞാൻ ചിരിച്ചില്ല അങ്ങനെ ഒരു അഭിപ്രായമില്ല. കാരണം ഒരു ഫലേച്ഛയും കൂടാതെ ഒരു ഫലേച്ഛയും കൂടാതെ ഉന്നതനാകുന്ന ഗുരുവിന്റെ കർമ്മം ഉന്നതനാകുന്ന ഗുരുവിന്റെ അത് എന്റെ കർമ്മമാണെന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മുടെ കർമ്മമാണെന്നുള്ള ബോധ്യത്തോടുകൂടി ഓരോരുത്തരിൽ നിന്ന് ഓരോ കർമ്മങ്ങൾ പ്രവർത്തിക്കുക. ഓരോരുത്തരിൽ നിന്ന് ഓരോ കർമ്മങ്ങൾ അതിന് പലരെയും ചുമതലപ്പെടുത്തിയതായിട്ട് ഗീതാനുസ്വാമി എന്നെ അറിയിച്ചിട്ടുണ്ട്. പലരും ചുമതലപ്പെടുത്തിയതായിട്ട് തിരുമേനിയെ ആ ചുമതലയേറ്റിരിക്കുന്നവർ ഓരോരുത്തരും കൃത്യമായ കാര്യങ്ങളിൽ ഇടപെടുക. കൃത്യമായ ആ കാര്യങ്ങളിൽ ഇടപെടുക. അതുപോലെ പ്രത്യേകമായി പറയാനുള്ള ഒരു കാര്യം, അതുപോലെ തിരുമേനി വ്യക്തമായി കൽപ്പിക്കുന്ന ഒരു കാര്യം, ഒരു കാര്യം ഒരാൾ ഏറ്റു, അത് ആരംഭം കുറിച്ചു, ഒരു കാര്യം ഒരാൾ ഏറ്റു, അത് ആരംഭം അത് പൂർത്തീകരിച്ച് അതിന്റെ സാധന സാമഗ്രികൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നത് വരെ അതിന്റെ സാധന സാമഗ്രികൾ വരെ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നത് വരെ ആ ആളിന്റെ ഉത്തരവാദിത്വം അവിടെ ഉണ്ടായിരിക്കണം. ആളിന്റെ ഉത്തരവാദിത്വം അവിടെ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കറി വിളമ്പാൻ ഒരാൾ കയറി ഏറ്റു, ഒരു കറി വിളമ്പാൻ ഒരാൾ ആ കറിയും കൊണ്ട് അങ്ങോട്ട് പോയി അവിടെ അങ്ങേയറ്റത്ത് ഒരു പന്തിയുടെ അങ്ങേയറ്റത്ത് എന്നപ്പോ അല്ലെങ്കിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്നിടത്ത് വെച്ച്, ഇപ്പം പന്തി ഇല്ലല്ലോ, വിളമ്പുന്നിടത്ത് വെച്ച് ഒരു കൂട്ടുകാരൻ വന്ന് വിളിച്ച് അതവിടെ വെച്ചിട്ട് അങ്ങ് പോയി. അപ്പോ അതിന്റെ ചുമതല ബോധം ആ ആളിനില്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയല്ല, അവസാനത്തെ ആൾ വന്ന് ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള സാധനം കൊണ്ട് സൂക്ഷിച്ചു വെച്ച് പാത്രങ്ങളും അതോടെ ചുമതലയായി നിൽക്കുന്നവരെ ഏൽപ്പിച്ച് സന്തോഷമായിട്ട് അവിടെ ഒരു പ്രാർത്ഥനയോടുകൂടി എൻ്റെ ദൈവം എന്നെ ഇത്രയും ചെയ്യുവാൻ അനുവദിച്ചല്ലോ എന്ന് സന്തോഷമായി ആ തൃപ്പാദത്തിൽ അവിടെ വെച്ച് തന്നെ ഒന്ന് പ്രാർത്ഥിച്ചു പോരുമ്പോൾ കൂടുതൽ ആശ്വാസവും സുഖവും ആത്മാവിൽ അനുഭവമാകും. അതുപോലെ കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള അവസരവും ഉണ്ടാകും. ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ കർമ്മം ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് പിണങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടതായിട്ട് വരും. പിണങ്ങി പോകുമ്പോ വിചാരിക്കും പിണങ്ങിപ്പോയത് ഒരു മിടുക്കാണെന്ന്. പക്ഷേ ലോകത്തിൽ ഇതുപോലൊരു കർമ്മം വേറെ എങ്ങും നടക്കുന്നില്ല. ത്യാഗകർമ്മത്തിന് ഉപോത്ബലകമായ ഉത്കൃഷ്ട കർമ്മമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അനേക ജന്മങ്ങളുടെ ഫലം കൈവരുത്താൻ കഴിയുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിണങ്ങി പോകുമ്പോൾ മിടുക്കായിട്ട് ആരും കരുതരുത്. ഓരോ കർമ്മത്തെയും അതിന്റെ സവിശേഷതയോടുകൂടി കണ്ട് ഒരു പൂജനീയമായ അവസ്ഥയിൽ സന്തോഷത്തോടുകൂടി ഹൃദയാർപ്പണത്തോടുകൂടി നിന്നത് പ്രവർത്തിച്ച് പൂർത്തീകരിക്കുമ്പോഴാണ് ദൈവം സ്വീകരിക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും വീണ്ടും കർമ്മങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നത്. അങ്ങനെ നിന്ന് പ്രവർത്തിക്കുവാൻ ഉത്ബോധമായി ജഗദീശ്വരൻ നിങ്ങളിലെല്ലാം വാഴുമാറാകട്ടെ. ഇന്നേ ദിവസം വന്നു ചേർന്നിരിക്കുന്ന വളരെ വിദൂരങ്ങളിൽ നിന്ന് ബോംബെ, ഡൽഹി, തലശ്ശേരി, അതുപോലെ നിലമ്പൂര്, കാസർഗോഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം സന്താനങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഇത് ആളാം പ്രതി ഞാൻ ദർശിച്ച് അനുഗ്രഹിക്കുകയാണ്. ഈ ആരാധനയിൽ പങ്കെടുക്കാതെ നാളെ വന്നു ചേരാമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ഓമനമിത്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തടസ്സം കൂടാതെ എല്ലാവർക്കും വന്ന് ഇതിലെല്ലാം ബന്ധിക്കുവാൻ ഈശ്വരൻ വേണ്ടതെല്ലാം പ്രകൃതി കൂടി ദാനം ചെയ്യുമാറാകട്ടെ. ഇന്നേ ദിവസം സത്യം സ്വീകരിച്ച ഓമനമിത്രങ്ങൾക്ക് ഈ സത്യത്തിൽ കൂടി ജീവിച്ച് ആദർശ പുരുഷനാകുന്ന ജഗദീശ്വരന്റെ ആനന്ദമാത്മാവിൽ അനുഭവിക്കുവാൻ ഈശ്വരൻ അനുവദിക്കുമാറാകട്ടെ. എല്ലാ നേർച്ചകളും ഇതാ സ്വീകരിക്കുകയാണ്. എല്ലാ നല്ല നേർച്ചകളും ജഗദീശ്വരൻ സ്വീകരിക്കുകയും നല്ല ഫലങ്ങളെ ദാനം ചെയ്യുകയും ചെയ്യും.
സമർപ്പിക്കപ്പെട്ട എല്ലാ നേർച്ചകളും ഇതാ സ്വീകരിച്ചിരിക്കുന്നു. സതുദ്ദേശത്തോടുകൂടി സമർപ്പിക്കപ്പെട്ട എല്ലാ നേർച്ചകളും മഹാശക്തി സ്വീകരിക്കുന്നു. ആ ഉന്നതമായ നമ്മുടെ മഹാഗോപുരത്തെ അത്യുന്നതമായി പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ജഗദീശ്വരൻ സ്വീകരിച്ച് ഉന്നതമായി ആ മഹാനിശ്ചയം ലോകത്തിലേക്ക് അനുഭവമാക്കുമാറാകട്ടെ. അതിന്റെ പൂർത്തീകരണത്തിനായി ഉന്നതമായ ഒരു ജന്മത്തെ സ്വീകരിച്ച് ആത്മദീപമെന്ന് നാമകരണം ചെയ്ത് മഹാശക്തി നിലനിർത്തിയിരിക്കുന്നു. ആയുരാരോഗ്യത്തോടെന്നും കരുതി നിലനിർത്തുമാറാകട്ടെ. അതോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും ഓമന മിത്രങ്ങളെ ഓരോരുത്തരെയും ഇതിലേക്കായി ധനം മുടക്കുന്നവരെയും സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നവരെയും എല്ലാവരെയും ഓർത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉന്നതനാകുന്ന ദൈവം ഏറ്റവും വേഗം അത് പൂർത്തീകരിച്ച് ദാനം ചെയ്യുമാറാകട്ടെ. സൽപുണ്യ കർമ്മികളെ ധാരാളമായി ഇവിടേക്ക് എത്തിക്കട്ടെ. അനേകം പുണ്യജന്മങ്ങൾ ഇവിടേക്ക് ആകർഷിക്കപ്പെടട്ടെ.